പേര് ഷാഹിന. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്നെ കുറിച്ചും എന്റെ വീട്ടിലുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ചാണ്. എന്റെ അടുത്ത് എല്ലാവരും വന്ന് പറയുന്ന ഒരു കാര്യമാണ്, എന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയാണ്. നിങ്ങൾ പറ, എന്നെ കാണാൻ ഭംഗിയുണ്ടോ? പക്ഷേ പൊതുവെ ഇതൊരു ഉഡായിപ്പിന്റെ കാലമാണല്ലോ, അതുകൊണ്ട് ഞാൻ അവര് പറയുന്ന അത്ര കാര്യമായിട്ടൊന്നും എടുക്കാൻ പോകാറില്ല. പക്ഷെ ചില സമയം ഞാൻ കണ്ണാടി പോയി നോക്കുമ്പോ അവര് പറയുന്നതും ഒരു 50% ശരിയാണെന്ന് എനിക്കും തോന്നും. എന്റെ ഉമ്മയും വാപ്പയും എപ്പോ നോക്കിയാലും വീട്ടിൽ പൊരിഞ്ഞ വഴക്കാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്ന് നോക്കുന്നതാ, ഇവര് രണ്ടുപേരും വീണ്ടും പൊരിഞ്ഞ വഴക്ക്. ഞാൻ അവരുടെ അടുത്ത് രണ്ടുപേർത്തുമായി പറഞ്ഞു, ഒന്ന് നിർത്താവോ? എന്റെ പൊന്നാരി ചേച്ചി എവിടെന്ന്? വലിയ ജനറേറ്ററിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു കൊതുകിന്റെ മൂളിപ്പാട്ട് പോലെ എന്റെ ശബ്ദത്തോടെ കേട്ടോളൂ. പിന്നെ ഞാൻ സർവ്വശക്തി എടുത്ത് പറഞ്ഞു, ഒന്ന് നിർത്താമോന്ന്. ബായത്തിന് രമേശ് ചേട്ടാ റൂമിന്റെ എക്കോയും കൂടെ എന്നെ സഹായിച്ചതുകൊണ്ട് അവരത് കേട്ടു. അപ്പൊ വാപ്പി ചോദിക്കുക, അയ്യോ മോളിതെപ്പോ വന്ന്? ഞാൻ കണ്ടില്ലാന്ന്. ഞാൻ ചോദിച്ചു, നാണുണ്ടോ നിക്ക് ഈ കൊച്ചു പിള്ളേര് വഴക്കുണ്ടാക്കുന്ന പോലെ വഴക്കുണ്ടാക്കായിരുന്നു? അപ്പൊ വാപ്പി പറയാ, എങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കും? നിന്റെ ഉമ്മേന്റെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു, മനുഷ്യ ശരീരത്തിൽ എത്ര എല്ലാം ഉണ്ട്? നിങ്ങൾ പറ ചേട്ടാ, ചേട്ടന്റെ മനുഷ്യ ശരീരത്തിൽ എത്ര എല്ലാം ഉണ്ട്? 206. പക്ഷെ എന്റെ ഉമ്മയുടെ മനുഷ്യ ശരീരത്തിലെ 207 എല്ലാം ഉണ്ടെന്നാ ഉമ്മി വാപ്പിനോട് പറഞ്ഞത്. ഞാനൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് വാപ്പിനോട് പറഞ്ഞു, വാപ്പി ഒന്ന് വെച്ച് നോക്കിയാ ഉമ്മ പറഞ്ഞതും ശരിയല്ലേന്ന്. അപ്പൊ വാപ്പി എന്നോട് ചോദിച്ചു, അതെങ്ങനെയെന്ന്. ഞാൻ പറഞ്ഞു, വാപ്പി എന്നെ ഇടയ്ക്ക് പറയാറില്ലേ ഉമ്മയ്ക്ക് ഒരെല്ല് കൂടുതലാ, ഒരെല്ല് കൂടുതലാന്ന്. അല്ല, അത് വെച്ച് നോക്കുമ്പോ ഉമ്മ പറഞ്ഞതും ശരിയാണല്ലോ. അടുത്തത് ഞാൻ വാപ്പിനെ കിടപ്പിച്ചു. വാപ്പയാണെങ്കിലോ കപ്പയൊക്കെ നടാന്നുള്ള ആഗ്രഹത്തില് കപ്പയുടെ തണ്ടൊക്കെ വാങ്ങിച്ചോണ്ട് വെച്ച് എന്നിട്ട് എന്നെ കൊണ്ട് നടുപ്പിച്ചു. ഒരു ദിവസമായി, 2 ദിവസമായി, ഒരാഴ്ചയായി കപ്പ കിളിക്കുന്നില്ല. അപ്പൊ ഉമ്മ അറിയുക അത് മണ്ണിന്റെ പ്രശ്നമാണ്. അപ്പൊ വാപ്പ അറിയുക അത് മണ്ണിന്റെ പ്രശ്നമല്ല, തണ്ടിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇത്ത വന്നിട്ട് പറയുക, ഇതിന്റെ ഒന്നിന്റെയും പ്രശ്നമല്ലേ, ഈ ഐശ്വര്യം ഇല്ലാത്ത എന്നെ കൊണ്ട് നട്ടയുടെ പ്രശ്നമായിരിക്കും. എനിക്കതങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. വിഷമിച്ചിരുന്ന എന്റെ അടുത്ത് എന്റെ വാപ്പ എന്ന് പറഞ്ഞു, എന്റെ മോളെ നല്ല സത്യസന്ധതയും അനുസരണയുള്ള കൊച്ചാന്ന്. അല്ലേ, എനിക്ക് അനുസരണ കുറച്ച് കൂടുതലാ. കാരണം എന്താണെന്നറിയോ, കപ്പ നട്ട അന്ന് മുതൽ ഇന്ന് വരെ ഞാനത് പൊക്കി നോക്കുമായിരുന്നു, കപ്പ കിളിച്ചോന്ന് അറിയാനായിട്ട്. ഇത് കേട്ടിട്ട് എന്റെ വാപ്പി എന്നെ വെറുതെ വിട്ടത് എന്റെ ഭാഗം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ നിന്ന് കളഞ്ഞോ? കാരണം ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ചിരിച്ചിരിച്ച് ഓർക്കേണ്ട ഒരു കാര്യമാണ്. സോറി ഓർത്തോർത്ത് ചിരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റാരെ പറ്റിയല്ല, എന്റെ ഉമ്മച്ചുമാനെ പറ്റിയാണ്. എന്റെ ഉമ്മച്ചുമ എന്ന് പറയുന്നത് എന്റെ ഉമ്മയുടെ ഉമ്മ. ഞങ്ങളുടെ വീട്ടില് 2 കോഴികളാണുള്ളത്. അയ്യോ, ഞാൻ എന്റെ ചേട്ടന്മാരെ പറ്റിയല്ല കേട്ടോ പറഞ്ഞത്, ഒറിജിനൽ 2 കോഴികളുണ്ട്. ഒരു ദിവസം നല്ല മഴയത്ത്, അത് അതിന്റെ പാട്ടിൽ മഴ നനഞ്ഞോണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മച്ചുമ്മ വന്ന് നോക്കുന്നു, ഇതിന് വിറയലും അതിന്റെ കഴുത്തി പിടിച്ച് അടുപ്പിന്റെ മൂട്ടി കൊണ്ട് കെട്ടിയിട്ട്. പിന്നെ പറയണോ, ആ കോഴി സബാഷ്. അടുത്ത 2ാമത്തെ കോഴി നല്ല വെയിലത്ത് അത് അതിന്റെ ചിറകൊടുക്കിക്കൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു. ഉമ്മച്ചമ്മ തന്നെ തൊട്ട് നോക്കിയപ്പോഴോ അതിന് പനിയാണെന്ന് വിചാരിച്ച് എവിടെ നിന്നൊക്കെയോ കുറെ ഗുളിക അതിന് കലക്കിക്കൊഴിഞ്ഞു. 1 പെട 2 പെട, 3ാമത്തെ പെടയ്ക്ക് കോഴി റെസ്റ്റ് ഇൻ പീസായി. അല്ല, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും ഒക്കെ പറയുമ്പോ എന്തായാലും സമാധാനം. എന്റെ വീട്ടുകാരെ പറ്റിയുള്ള കുറ്റങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞപ്പോ എനിക്ക് ആ സമാധാനം കിട്ടി. നിങ്ങൾ അറിഞ്ഞാൽ ഇനി ഈ ലോകം താനെ അറിഞ്ഞോളൂ. അപ്പൊ അടുത്ത കാര്യമായിട്ട് ഞാൻ വീണ്ടും വരുന്നത്, ബൈ.